Hi all, welcome to another video on syntax analysis phase of the compiler. In this video, I'll explain about what is derivation and types of derivation. Derivation and types of derivation, it is related with the context-free grammar. In the previous video, I have explained what is context-free grammar, how we can construct that context-free grammar, or we have studied in the previous video. So in this video, we have to understand how it is deriving the string by using a context-free grammar specification or by applying a context-free grammar specification. So first you have to understand what is derivation. Derivation means it is a process of applying production rules of a context-free grammar to generate varied string in a language. സ്ട്രിങ് മീൻസ് അതായത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഡിഫറെൻറ്റ് കോമ്പോണൻസ് ആണ്. ഇപ്പോൾ ഐഡൻറ്റിഫയർ ആകാം, ഓപ്പറേറ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കീവേഡ്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആകാം. അങ്ങനെയുള്ളതിനെയൊക്കെ നമുക്ക് സ്ട്രിങ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാലിഡ് സ്ട്രിങ് എന്ന് പറയുന്നത് ആ ലാംഗ്വേജിലെ ഡിഫറെൻറ്റ് മെമ്പേഴ്സിനെയാണ് നമ്മൾ വാലിഡ് സ്ട്രിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So by applying the production rules of a context-free grammar, it has to generate or it has to derive a valid string in a language, and that process is known as derivation. And this derivation, it will help to understand how a parser builds a parse tree and validates syntax in programming languages. അതായത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡെറിവേഷൻ സീക്വൻസ് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ടോപ്പ് ഡൗൺ പാഴ്സർ അല്ലെങ്കിൽ ബോട്ടം അപ്പ് പാഴ്സർ ഒരു പാഴ്സ് ട്രീ കൺസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നത്, അതുപോലെ ഹൗ ഇറ്റ് ഈസ് വാലിഡേറ്റിംഗ് ദ സിൻടാക്സ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഡിഫറെൻറ്റ് കൺസ്ട്രക്ട്സിൻ്റെ സിൻടാക്സിനെ എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. And when we have seen about that derivation, we have to identify what are the two different types of derivations. Mainly two types, leftmost derivation and rightmost derivation. These are the two different types of derivation, and we can see what is leftmost derivation and we can see what is rightmost derivation. Leftmost derivation means in each step of the derivation, the leftmost non-terminal is replaced using a production rule. What is the first leftmost non-terminal is available in the production rule that can be replaced, and after the replacement we will obtain another derivation step, and that derivation step can be continued. In each step it has to apply the production rule for the leftmost non-terminal, that is known as leftmost derivation. And while deriving that string, we can represent it using that lm or lmd എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് നൊട്ടേഷൻ യൂസ് ചെയ്ത് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി it follows a top down approach often used in LL parsers or predictive parsing. അതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ചിനകത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. അപ്പോൾ ആ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ യൂസ് ചെയ്യുന്ന നമ്മുടെ ടോപ്പ് ഡൗൺ പാഴ്സറാണ് പ്രെഡിക്റ്റീവ് പാഴ്സർ, അല്ലെങ്കിൽ ഈ പറയുന്ന LL പാഴ്സർ എന്ന് പറയുന്നത്. LL എന്നുള്ള രണ്ടിലെ ഫസ്റ്റ് L റെപ്രസെന്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് സ്കാനിങ്ങും സെക്കൻഡ് L റെപ്രസെന്റ് ചെയ്യുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനുമാണ്. അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷനകത്ത് തന്നെ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് ഈസ് എക്വിവലന്റ് ടു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. വി ക്യാൻ സീ വിത്ത് വൺ എക്സാമ്പിൾ. കൺസിഡർ ദ ഗ്രാമർ S defines AB, A defines A and B defines B. ഈ ഗ്രാമർ സ്പെസിഫിക്കേഷൻ നമ്മൾ ആദ്യം കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ കണ്ടതിൻ്റെ ആ ഒരു ഇതുപോലെ തന്നെയാണ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ നമുക്കറിയാം സ്റ്റാർട്ട് സിമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ വേരിയസ് നോൺ ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കേസിലെ നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത് S ആണ്, നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത് S, A, B. ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ എല്ലാം നമുക്ക് നോൺ ടെർമിനൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ടെർമിനൽ സിമ്പിൾസ് ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാമർ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഓരോ സ്ട്രിങ്ങിലും A എന്ന സിമ്പിളും B എന്ന സിമ്പിളും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ റൂൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണം. ഇനി you have to understand how we can derive a string AB by using the leftmost derivation sequence. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്കിപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ ഓഫ് ദ ഗ്രാമറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഓരോ സ്റ്റെപ്പിലും അതായത് സ്റ്റാർട്ട് സിമ്പിളിനെ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു.
അങ്ങനെ ഓരോ സ്റ്റെപ്പിലും ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനലിൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ റീപ്ലേസ് ചെയ്ത് പോകുന്നതിനെയാണ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പെർഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് എസ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്സിന് ആകെ ഒരു ഡെഫിനേഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് എ ബി ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് വാട്ട് ഈസ് ദ ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ ഇൻ എ ബി. ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കേസിൽ വരുന്നത് എ ആണ്. എ ബിക്കകത്ത് എ ആണ്. അതായത് പ്രൊഡക്ഷൻ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന സ്റ്റെപ്പിൽ എ ആണ് ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനലായിട്ട് വരുന്നത്. അപ്പോൾ ആ ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനലിൻ്റെ ഡെഫിനേഷൻ നമുക്ക് കാണാൻ പറ്റും. ഗ്രാമറിൽ എ ഡിഫൈൻസ് എ ആണ്. അപ്പോൾ ആ എക്ക് പകരമായിട്ട് സ്മോൾ ലെറ്റർ എ അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഇനി വരാൻ പോകുന്നത് ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനലായിട്ട് ആകെ ഇനി ബാക്കിയുള്ളത് നമ്മുടെ ബി ആണ്. ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ബിക്ക് നമ്മൾ ബി ഡിഫൈൻസ് ബി എന്ന ഡെഫിനിഷൻ യൂട്ടിലൈസ് ചെയ്ത് എ ബി എന്ന ആ സ്ട്രിങ്ങിനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്ട്രിങ് തന്നിട്ട് ആ സ്ട്രിങ്ങിനെ നമ്മൾക്ക് ഗ്രാമർ സ്പെസിഫിക്കേഷൻ്റെ ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ റൂൾസ് അപ്ലൈ ചെയ്ത് നമുക്ക് ആ സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റണം. അങ്ങനെ ഓരോ പ്രാവശ്യവും ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് റീപ്ലേസ്മെൻറ്റ് നടത്തുന്നത് ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ ഇൻ ദ സീക്വൻസിനായിരിക്കണം. അല്ലാണ്ട് നമുക്ക് തോന്നുന്നിടത്ത് കൊണ്ടേ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിനെയാണ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓഫ് ദ സ്ട്രിങ് ഫ്രം ദ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. വാട്ട് ഈസ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ? യു ക്യാൻ സി ഇൻ ഈച്ച് സ്റ്റെപ്പ് ദ റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ ഈസ് റീപ്ലേസ് ഫസ്റ്റ് അറ്റ് എവറി സ്റ്റെപ്പ് ആണ്. നേരത്തെ കേസിൽ ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനലാണ് നമ്മൾ ഓരോ പ്രാവശ്യം റീപ്ലേസ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനിൽ ഓരോ സ്റ്റെപ്പിലും റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ ആയിരിക്കണം നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. Derivation proceeds from the start symbol itself ആണ്. By expanding the rightmost non-terminal until only terminals remain ആണ്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യവും ഡെറിവേഷൻ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഓരോ പ്രാവശ്യം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ ആയിരിക്കണം നമ്മുടെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്ത് പോകേണ്ടത്. അത് നമ്മൾ ചെയ്യേണ്ടത് അണ്ടിൽ ഓൺലി ടെർമിനൽസ് റിമെയിൻ ഇൻ ദ ഡെറിവേഷൻ സീക്വൻസ്. അതായത് ആ ഡെറിവേഷൻ സീക്വൻസിൽ ടെർമിനൽസ് മാത്രം വരുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ കേസിലാണെങ്കിലും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ കേസിലാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നേരത്തെ അതേ ഗ്രാമർ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് അത് ഡിറൈവ് ചെയ്തതെന്നും കൂടെ നമുക്ക് നോക്കാം. ഇനി അതുപോലെ തന്നെ ഇത് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ബോട്ടം അപ്പ് പാഴ്സേഴ്സ് ആണ്. ബോട്ടം അപ്പ് പാഴ്സേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്വിവലന്റ് ടു റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇൻ റിവേഴ്സ് ഓർഡർ ആണ്. ബോട്ടം അപ്പ് പാഴ്സേഴ്സിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് LR പാഴ്സേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. LRലെ L ക്യാപിറ്റൽ ലെറ്റർ L റെപ്രസെന്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് സ്കാനിങ് ആണ്. ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിനെ സ്കാൻ ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെന്നും സെക്കൻഡ് R റെപ്രസെന്റ് ചെയ്യുന്ന റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. അപ്പോൾ ബോട്ടം അപ്പ് പാഴ്സേഴ്സ് ആണ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നേരത്തെ ഗ്രാമർ തന്നെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. എസ് ഡിഫൈൻസ് എ ബി, എ ഡിഫൈൻസ് എ, ബി ഡിഫൈൻസ് ബി എന്നുള്ളത്. അപ്പം ഫ്രം ദ എബോവ് ഗ്രാമർ വി ഹാവ് ടു ഡിറൈവ് ദ സെയിം സ്ട്രിങ് എ ബി ബൈ യൂസിങ് ദ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഓർത്തിരിക്കുന്നത് നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ ഓഫ് ദ ഗ്രാമറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് സിമ്പിൾ ഓഫ് ദ ഗ്രാമറിന് നമ്മൾ ആകെ ഒരു ഡെഫിനേഷൻ ഉള്ളൂ, ദാറ്റ് ഈസ് എ ബി ആണ്. അപ്പോൾ ആ എ ബി എന്ന ഡെഫിനേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ഫ്രം എസ്. സോ എസ്സിന് നമ്മൾ കൊടുത്ത റീപ്ലേസ്മെൻറ്റ് എന്നുള്ളത് എ ബി ആണ്. ഇനി എ ബി എന്ന ഈ രണ്ട് സിമ്പിൾസ് രണ്ടും നോൺ ടെർമിനൽസ് ആണ്. അതിലെ റൈറ്റ് മോസ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് ബി ആണ്. സോ വി ഹാവ് ടു അപ്ലൈ ദ ഡെഫിനേഷൻ ഓഫ് ബി. ബി എന്ന് പറയുന്നത് ബി ഡിഫൈൻസ് സ്മോൾ ലെറ്റർ ബി ആണ്. അപ്പോൾ നമ്മൾ ആ ബി അവിടെ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഇനി റിമൈനിങ് ആയിട്ടുള്ള നോൺ ടെർമിനൽ സിമ്പിൾ എന്നുള്ളത് എ ആണ്. സോ എ ഇസ് ദ റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ വട്ടവർ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ഡെറിവേഷൻ സീക്വൻസ് ആണ്. നമ്മൾ എക്ക് എ എന്ന സ്മോൾ ലെറ്റർ എ എന്ന ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുക. Now we have reached to the final string, that is AB. There is only terminal symbols, there is no non-terminal symbols, so we can stop the operations. ഇതാണ് നമ്മുടെ എ ബി എന്ന ആ സ്ട്രിങ്ങിൻ്റെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഫോർ ദി എബോവ് ഗ്രാമർ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് ടൈമും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് സെൻറ്റൻസ് ആൻഡ് സെൻറ്റൻഷ്യൽ ഫോംസ് ഇൻ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഫസ്റ്റ് വൺ സെൻറ്റൻസ് ആണ്. സെൻറ്റൻസ് ഇൻ CFG എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രിങ് കൺസിസ്റ്റിംഗ് ഓൺലി ഓഫ് ടെർമിനൽ സിംബൽസ് ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദ സ്റ്റാർട്ട് സിംബൽ യൂസിങ് ദ പ്രൊഡക്ഷൻ റൂൾസ് ഓഫ് ദ ഗ്രാമർ. അത് നമ്മൾ ഡെറിവേഷൻ കണ്ടു. ആ ഡെറിവേഷനിൽ
ഏതെങ്കിലും സ്റ്റെപ്പിൽ നമുക്ക് സ്ട്രിങ് കൺസിസ്റ്റിംഗ് ഓൺലി ഓഫ് ടെർമിനൽ സിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ, അതായത് പിന്നീട് നമുക്ക് ഡെഫിനിഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സെൻറ്റൻസ് ഓഫ് ദ ഗ്രാമർ അല്ലെങ്കിൽ സെൻറ്റൻസ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓഫ് ദ കറസ്പോണ്ടിങ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇറ്റ് ഈസ് എ സ്ട്രിങ് കൺസിസ്റ്റിംഗ് ഓൺലി ഓഫ് ടെർമിനൽ സിമ്പിൾസ് ദാറ്റ് ക്യാൻ ബി ഡിറൈവ് ഫ്രം ദ സ്റ്റാർട്ട് സിമ്പിൾ ആണ്. നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് പ്രൊഡക്ഷൻ റൂൾസ് അപ്ലൈ ചെയ്ത് ഫൈനലി നമ്മൾ ആ സ്ട്രിങ്ങിലേക്ക് റീച്ച് ചെയ്യുന്നു. ഇനി വാട്ട് ഈസ് സെൻറ്റൻഷ്യൽ ഫോം ഇൻ CFG? ഇറ്റ് ഈസ് എനി സ്ട്രിങ് ദാറ്റ് ക്യാൻ ബി ഡിറൈവ് ഫ്രം ദ സ്റ്റാർട്ട് സിമ്പിൾ ബട്ട് മേ സ്റ്റിൽ കണ്ടെയ്ൻ നോൺ ടെർമിനൽസ് ആണ്. നമുക്ക് ഏത് സ്ട്രിങ്, അതായത് സ്റ്റാർട്ട് സിമ്പിളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്ന ഓരോ ഇതുമുണ്ട്, ഓരോ ഡെറിവേഷൻ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇറ്റ് മേ സ്റ്റിൽ കണ്ടെയ്ൻ നോൺ ടെർമിനൽസ് ആണ്. അതിനകത്ത് നോൺ ടെർമിനൽസും ഉണ്ടാവും, ടെർമിനൽസും ഉണ്ടാവും. സോ ഇഫ് എ സെൻറ്റൻഷ്യൽ ഫോം കണ്ടെയ്ൻസ് ഓൺലി ടെർമിനൽസ് ദാറ്റ് ഈസ് കൺസിഡറിങ് എ സെൻറ്റൻസ്. അത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സെൻറ്റൻസ് ആണ്. സെൻറ്റൻഷ്യൽ ഫോമിൽ ഓൺലി ടെർമിനൽസ് മാത്രമാണ് വരുന്നതെങ്കിൽ അതിനെയാണ് സെൻറ്റൻസ് ഓഫ് ദ ഗ്രാമർ എന്ന് പറയുന്നത്, സെൻറ്റൻസ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് ദ ഗ്രാമർ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ നോൺ ടെർമിനൽ ഇറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ഡെറിവേഷൻ ആണ്. അതായത് ആ ഡെറിവേഷൻ സീക്വൻസിലെ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പാണ് ഒരു നോൺ ടെർമിനലെങ്കിലും ആ ഒരു ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണുന്നത്. സെൻറ്റൻഷ്യൽ ഫോമിൻ്റെ അകത്ത് വരുന്നത് ടെർമിനൽസ് മാത്രമാണെങ്കിൽ അതിനെ സെൻറ്റൻസ് എന്നും, അതിൻ്റെ അകത്ത് നോൺ ടെർമിനൽസും കൂടെ കൂടി വരുന്നുണ്ടെങ്കിൽ അതിനെ ഇന്റർമീഡിയറ്റ് ഡെറിവേഷൻ സ്റ്റെപ്പ് എന്നുമാണ് നമ്മൾ പറയുന്നത്. ആ ഇന്റർമീഡിയറ്റ് ഡെറിവേഷൻ സ്റ്റെപ്പിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സെൻറ്റൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ തന്നെ വെച്ചിട്ട് മനസ്സിലാക്കാം. നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എസ് ഡിഫൈൻസ് എ ബി, ദെൻ എ ബി ബിക്ക് ഞാൻ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ ആണ് എടുത്തത്. അപ്പം ബിക്ക് ഞാൻ ബി എന്ന് അപ്ലൈ ചെയ്തു, അപ്പോൾ എ ബി ആയി. ദെൻ അഗെയിൻ എക്ക് ഞാൻ സ്മോൾ ലെറ്റർ എ അപ്ലൈ ചെയ്തു, അപ്പോൾ എ ബി ആയി. അപ്പം ഇതിനകത്തെ ഇൻ ദ എബോവ് ഡെറിവേഷൻ എസ് എ ബി, ക്യാപിറ്റൽ ലെറ്റർ എ ബി, ദെൻ ക്യാപിറ്റൽ ലെറ്റർ എ ആൻഡ് സ്മോൾ ലെറ്റർ ബി, ദെൻ എ ബി സ്മോൾ ലെറ്റർ എ ബി എന്ന് പറയുന്നതെല്ലാം സെൻറ്റൻഷ്യൽ ഫോം ഓഫ് CFG ആണ്. ഇനി ഓൺലി വൺ സ്ട്രിങ് കൺസിസ്റ്റ് ഓഫ് ഓർ വൺ ഓഫ് ദ സെൻറ്റൻഷ്യൽ ഫോം കൺസിസ്റ്റ് ഓഫ് ഓൺലി ടെർമിനൽ സിമ്പിൾസ് ആണ്, അത് എ ബി ആണ്. അതിനെയാണ് നമ്മൾ സെൻറ്റൻസ് ഓഫ് CFG എന്ന് പറയുന്നത്, സെൻറ്റൻസ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് CFG എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റൻസ് ആൻഡ് സെൻറ്റൻഷ്യൽ ഫോംസ് ഇൻ CFG എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ വെച്ചിട്ട് ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ വഴിയും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ വഴിയും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗ്രാമർ സ്പെസിഫിക്കേഷൻ എന്നുള്ളത് ഇ എന്ന സിമ്പൽ, അതായത് എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഇ ഡിഫൈൻസ് ഇ പ്ലസ് സി, ഇ ഡിഫൈൻസ് ഇ സ്റ്റാർ ഇ, ഇ ഡിഫൈൻസ് മൈനസ് ഇ ഡിഫൈൻസ് പരന്തൈസ്ഡ് ഇ ആൻഡ് ഇ ഡിഫൈൻസ് ഐ ഡി. ഇതിൻ്റെ അകത്ത് ഈ വെർട്ടിക്കൽ ബാർ ഇട്ടിരിക്കുന്നത് ഓറാണ്. നമുക്ക് ഇയുടെ തന്നെ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ആണെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ ഗ്രാമർ സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്ന സ്ട്രിങ്ങിനെയാണ് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്ന ഈ സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഗ്രാമർ സ്പെസിഫിക്കേഷനാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓഫ് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ആണ്. അതിനകത്ത് വരുന്നത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇ ആണ് സ്റ്റാർട്ട് ചെയ്യുക. ഇയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ എടുത്ത ഡെഫിനിഷൻ ഇ പ്ലസ് സി ആണ്. അതായത് ഇക്ക് ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഉണ്ട്. ഇ പ്ലസ് സി, ഇ സ്റ്റാർ ഇ, മൈനസ് സി, പരന്തൈസ്ഡ് ഇ, ദെൻ ഐ ഡി. ഇത്രയാണോ അവിടെ ഡെഫിനിഷൻസ് വരിക. അതിൽ ഇ പ്ലസ് സിനെ ഞാൻ എടുത്തു. ദെൻ അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഇ പ്ലസ് സിയിലെ ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനലിനായിരിക്കണം നമ്മൾ പുതിയ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് എന്താണ്? ഐ ഡി എന്ന് അപ്ലൈ ചെയ്തു. കാരണം നമ്മുടെ സ്ട്രിങ് എന്താണ്? ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ആണ്. അത് വെച്ച് നമ്മൾ നോക്കുമ്പം ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ നമുക്ക് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി വരേണ്ടതുകൊണ്ട് ആദ്യത്തെ ഇക്ക് നമുക്ക് ഐ ഡി എന്ന് തന്നെ റീപ്ലേസ് ചെയ്യാം. ഇനി പിന്നെ ബാക്കി വരുന്നത് പ്ലസ് ഇ ആണ്. അതിൽ പ്ലസ് എന്നൊരു ടെർമിനൽ സിമ്പിൾ ആണ്. ഇനി ഇ മാത്രമാണ് ഒരു നോൺ ടെർമിനൽ സിമ്പിൾ അവിടെ വരുന്നത്. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത അതിൻ്റെ പാർട്ടായിട്ട് വരുന്നത് ഈ ഇക്ക് എന്ത് ഡെഫിനിഷൻ കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് ഐ ഡി പ്ലസ് ഐ ഡി എന്ന് മാറും. അപ്പോൾ ഐ ഡി പ്ലസ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ അകത്ത് നോൺ ടെർമിനൽസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് റീപ്ലേസ്മെൻറ്റ് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രിങ് അനുസരിച്ച് സ്ട്രിങ് വേണ്ടത് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ആയതുകൊണ്ട് ഈ ഇക്ക് കൊടുക്കാൻ പറ്റുന്ന ഇനിയുള്ള ഡെഫിനിഷൻ ഏതാണെന്ന് നോക്കുക. അപ്പോൾ അതിനുള്ള ഡെഫിനിഷനാണ് ഇ സ്റ്റാർ ഇ എന്ന ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ കൊടുത്തു കഴിയുമ്പം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നോക്കേണ്ടത് ഏതാണ് അടുത്ത ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ നോക്കണം. സോ ഹിയർ ഇ ആണ്, അതായത് ആദ്യത്തെ ഇ ആണ് നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഐ ഡി എന്ന് അപ്ലൈ ചെയ്തു.
ഇനി ഒരു നോൺ ടെർമിനലും കൂടെ ബാക്കി വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഇ ആണ്. അപ്പോൾ അതിന് നമ്മൾ ഐ ഡി ഉള്ളതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സ്ട്രിങ് ആയ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്ന സ്ട്രിങ് നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ വഴി ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലും ഇ പ്ലസ് ഇ, ഐ ഡി പ്ലസ് ഇ, ഐ ഡി പ്ലസ് ഇ സ്റ്റാർ ഇ, ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഇ എന്ന് പറയുന്നതും ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്ന് പറയുന്നതും നമ്മുടെ സെൻറ്റൻഷ്യൽ ഫോംസ് ആണ്. അതിൽ ഓൺലി ദിസ് വൺ വിൽ ബി കൺസിഡറിങ് ആസ് ദ സെൻറ്റൻസ് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയാൻ പറ്റും. ഇനി അതേ സ്ട്രിങ്ങിൻ്റെ തന്നെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും കൂടെ നോക്കാം. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ അനുസരിച്ച് ഞാൻ എടുത്ത ഡെഫിനിഷൻ ഇക്ക് ഇ പ്ലസ് ഇ തന്നെയാണ് കൊടുത്തത്. ഇനി നമ്മൾ നോക്കേണ്ടത് റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെഫിനിഷൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിലെ റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇ ആണ്. അപ്പോൾ അതിന് ഞാൻ ഇ സ്റ്റാർ ഇ എന്ന ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ട്രിങ് ഇങ്ങനെയായി, നമ്മുടെ സെൻറ്റൻഷ്യൽ ഫോം ഇങ്ങനെയായി ഇ പ്ലസ് ഇ സ്റ്റാർ ഇ. അതിൽ പിന്നെ നോക്കേണ്ടത് നമ്മുടെ റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ തന്നെയാണ് നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇ പ്ലസ് ഇ സ്റ്റാർ ഐ ഡി എന്ന് മാറും. അപ്പോൾ നമ്മൾ ഈ ഐ ഡി ആണ് ഇവിടെ റീപ്ലേസ് ചെയ്തെടുത്തത്. ഇനി അടുത്ത വരുന്നത് അടുത്ത നോൺ ടെർമിനൽ അതായത് റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ ഏതാണെന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐ ഡി നമുക്ക് കിട്ടി. ഇനി അടുത്ത നമ്മുടെ നോൺ ടെർമിനൽ റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ എന്ന് പറയുന്നത് ഇ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഐ ഡിയും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ നമ്മുടെ സ്ട്രിങ് കിട്ടി. ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്നുള്ള സ്ട്രിങ് നമുക്ക് കിട്ടി. സോ ദിസ് ഈസ് ദ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓഫ് ദി എബോവ് സ്ട്രിങ് ആൻഡ് ദാറ്റ് ഈസ് ദ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓഫ് ദ എബോവ് സ്ട്രിങ്, ദാറ്റ് ഈസ് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്നുള്ളത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം. സെയിം ഗ്രാമാറ്റിക്കൽ സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഡിറൈവ് ദ സ്ട്രിങ് മൈനസ് ഓഫ് ഐ ഡി പ്ലസ് ഐ ഡി. ജസ്റ്റ് ഞാൻ അതിൻ്റെ സീക്വൻസ് മാത്രം കാണിച്ചു തരാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം അതിൻ്റെ ഡിഫറെൻറ്റ് ഡെഫിനേഷൻ അനുസരിച്ച് മൈനസ് ഓഫ് ഐ ഡി പ്ലസ് ഐ ഡി എന്നുള്ളത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം എടുത്തത് ഇക്കുള്ള ഡെഫിനേഷൻ മൈനസ് ഇ ആണ്. അപ്പം മൈനസ് ഇക്ക് ഞാൻ അതായത് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണോ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണോ എന്നുള്ളതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കേണ്ട സിമ്പിൾസ് നോക്കുക. അപ്പം നമ്മുടെ മൈനസ് ഇക്കകത്ത് മൈനസ് എന്നുള്ളത് ടെർമിനൽ സിമ്പിളാണ്. അപ്പം ഇ ആണ് വരുന്നത്. ആ ഇക്ക് ഞാൻ പരാന്തൈസ്ഡ് ഇ ആണ് കൊടുത്തത്. കാരണം മൈനസ് ഓഫ് എന്നുള്ള ആ ബ്രാക്കറ്റും കൂടെ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് അതിനുള്ളിൽ എന്ത് ഡെഫിനേഷൻ കൊടുക്കണം. അപ്പോൾ ഐ ഡി പ്ലസ് ഐ ഡി ആണ് വേണ്ടത്. അപ്പോൾ ഇക്ക് ഇ പ്ലസ് ഇ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനിയാണ് വരുന്നത് ഏതാണ് ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ നോക്കുക. ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ നമ്മുടെ ആദ്യത്തെ ഇ ആണ്. അതിന് ഐ ഡി എന്ന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ഇക്കും ഐ ഡി കൊടുത്തു. അപ്പം നമ്മുടെ ഫൈനൽ സ്ട്രിങ് നമുക്ക് കിട്ടി മൈനസ് ഓഫ് ഐ ഡി പ്ലസ് ഐ ഡി എന്നുള്ളത്. ഞാൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓഫ് ദ സ്ട്രിങ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും കൂടെ വർക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ.